SSK കുക്ക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തിയായ ഒരു ക്രീമി പാസ്ത റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മോസ്റ്റ്ലി കടകളിലൊക്കെ മൈദയുടെ പാസ്തയാണ് കിട്ടാറ്. എനിക്ക് ഇത്തവണ സൂജിയുടെ പാസ്ത കിട്ടി. അപ്പോൾ എന്തായാലും ഇവിടെ കുഞ്ഞാവയുടെ ഫേവറേറ്റാണ് പാസ്ത. അപ്പോൾ ഞാൻ വാങ്ങി. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പാസ്തയാണ്. പാസ്ത മസാല കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് റെഡ് മസാല, അത് വെച്ച് ഉണ്ടാക്കാം. പിന്നെ വൈറ്റ് പാസ്ത ഉണ്ടാക്കാം. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഫേവറേറ്റ് ക്രീമി ചീസ് വൈറ്റ് പാസ്തയാണ്. ആദ്യം തന്നെ നമുക്ക് പാസ്ത കുക്ക് ചെയ്തെടുക്കണം. അതിന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം പാസ്ത ഇട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. പാസ്ത കുക്ക് ആയതിനു ശേഷം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ബട്ടറിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഓയിലിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ബട്ടറാണ് എക്ദം ടേസ്റ്റി. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വെജിറ്റബിൾസ് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിനി കുറച്ച് കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞ് വാഷ് ചെയ്ത് വെച്ചതാണ്. അതിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാപ്സിക്കം, ഇതൊക്കെയാണ് ഓർഡിനറിലി ഇടുക. പിന്നെ ബ്രോക്കോളിയാണ് കോളിഫ്ലവറിനേക്കാൾ നല്ലത് പാസ്തയ്ക്ക്. എൻ്റെ അടുത്ത് ബ്രോക്കോളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ ഇട്ടു. ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. എല്ലാം ചെറുതായി ചോപ്പ് ചെയ്ത് ഇടുന്നതായിരിക്കും ടേസ്റ്റ്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് പനീർ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് മഷ്റൂമോ പിന്നെ കോണ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അത് രണ്ടും എൻ്റെ അടുത്ത് ഇല്ല ഇപ്പോൾ കുറച്ച് പനീർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് വീറ്റ് ഫ്ലവറാണ്. പിന്നെ കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം എല്ലാം കൂടെ ഒന്ന് സോട്ടായി. ഇനി നമ്മൾ പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത ആയതുകൊണ്ട് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം തിളച്ച് വന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് കുക്കാക്കി വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പാസ്ത സീസണിങ്ങും ഒറിഗാനോ ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒറിഗാനോ മാത്രമുള്ളെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഫൈനലി കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയായി. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമിയായി യമ്മി ആയിട്ടുള്ള പാസ്ത റെഡിയായി. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാസ്ത എപ്പോഴും വാങ്ങുമ്പോൾ സൂജി പാസ്ത വാങ്ങാൻ നോക്കുക. ഇത് മറ്റേ പാസ്തയേക്കാളും കുറച്ച് സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.